സ്തോത്രം. സ്തോത്രം ചെയ്തു, വാഴ്ത്തി, അടുത്തെന്ത് ചെയ്തു? നുറുക്കി. ചിലപ്പോൾ നുറുക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. വാഴ്ത്തുമ്പോൾ സങ്കടം വരില്ല, നുറുക്കുമ്പോൾ സങ്കടം വരും. ഹലോ, നുറുക്കുന്നത് എന്തിനെന്നറിയാവോ? ഒന്നും ഉതവാത്ത നിന്നെ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ. ഇന്ന് പകൽക്കാലം കർത്താവ് കരത്തിലെടുത്ത് ചിലരെ അനുഗ്രഹിച്ചിട്ട് നുറുക്കുന്നു, ചിലരെ നുറുക്കുന്നു, ചിലരെ നുറുക്കുന്നു. എന്തിനാണ് നിന്നെ നുറുക്കുന്നത്? ചിലരുടെ വാക്കുകളാൽ നീ നുറുങ്ങുന്നു, ചിലരുടെ ഇടപെടലുകളാൽ നീ നുറുങ്ങുന്നു, ചില രോഗത്താൽ നീ നുറുങ്ങുന്നു, ചില കഷ്ടത്താൽ നീ നുറുങ്ങുന്നു, കുടുംബത്തിലെ ചില പോരാട്ടങ്ങളാൽ നിന്റെ മനസ്സ് നുറുങ്ങുന്നു. നിന്നെ നുറുക്കുന്നത് നുറുക്കാതെ വിളമ്പാൻ പറ്റില്ല, നുറുക്കാതെ വിളമ്പാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് പേരുടെ കയ്യിൽ നീ അനുഗ്രഹമായി തീരണമെങ്കിൽ നിന്നെ നുറുക്കിയേ പറ്റൂ. എത്ര പേർക്ക് മനസ്സിലായി? അനേകരുടെ കയ്യിൽ അവർക്കൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ നീ നുറുക്കപ്പെടണം. കർത്താവ് നുറുക്കാൻ ഏൽപ്പിക്കുന്നത് നീ ആയിരങ്ങൾക്ക് ഉപകാരമാകാൻ, ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാൻ, ആയിരങ്ങളുടെ വിശപ്പ് മാറ്റുവാൻ. കർത്താവിന്റെ കയ്യിൽ എന്നെ കൊടുത്തിട്ടു എന്നെ എന്തിനു നുറുക്കുന്നു, എന്നെ എന്തിനു ചതയ്ക്കുന്നു, എനിക്കെന്നെ വേദനിപ്പിക്കുന്നു എന്നാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ നുറുക്കുന്നത് അനേകർക്ക് വിളമ്പാൻ.